Hello, friends. Welcome to our channel. This is Suresh with you. ഇന്ന് നമ്മളുടെ ട്രാവൽ സെഗ്മെൻറ്റിൽ കാണിക്കുന്നത് നമ്മുടെ ഒരു മൂന്നാർ യാത്രയാണ്. ഇപ്പോൾ വിൻ്റർ സീസണിലാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് മൂന്നാർ കാണാൻ വേണ്ടി പോയത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നല്ല ഒരു ഹിൽ സ്റ്റേഷനാണ് മൂന്നാർ. ഉദ്ദേശം 1600 മുതൽ 1800 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷനാണ് കേരളത്തിൽ മൂന്നാർ. നമ്മൾ താമസിച്ചത് അവിടെ ധാരാളം റിസോർട്ടുണ്ട്. നമ്മൾ ഓക്ക് വില്ലേജ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് താമസിച്ചത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റിസോർട്ടാണ്. എല്ലാവിധ സൗകര്യങ്ങളുള്ള അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്, റിസോർട്ടിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൽ നമുക്ക് ഹോട്ടൽ റൂംസും ഉണ്ട്, അതുപോലെ കോട്ടേജസ് ഉണ്ട്, ഇൻഡിവിജ്വൽ കോട്ടേജസ്. അപ്പോൾ നമുക്ക് ഏത് വേണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർ എത്രയുണ്ട്, ഫാമിലിയുടെ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് പ്രിഫർ ചെയ്യാം. പക്ഷേ ഈ സീസണിൽ മൂന്നാർ വിൻ്റർ സീസണിൽ പൊതുവേ മൂന്നാറിൽ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഈസ് റിക്വയർഡ്. ഇല്ലെങ്കിൽ ചിലപ്പം അവൈലബിലിറ്റിയുടെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ ക്യാമ്പസാണ്. അതിൻ്റെ ഉള്ളിലുള്ള പുൽത്തകിടിയും അതുപോലെ ഗാർഡനും പിന്നെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ ഞാനും സിന്ധുവും മോളും പിന്നെ ഫാദറിൻലോവും മദറിൻലോവും പിന്നെ ഒരു ഡ്രൈവറുമാണ് നമ്മൾ പോയത്. ജസ്റ്റ് ഒരു 2 ദിവസത്തെ സ്റ്റേക്കേഷൻ. ഇത് സിന്ധു അവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, വെള്ളത്തിലിങ്ങനെ മത്സ്യത്തിനെ വളർത്തുന്നുണ്ട്, ടാങ്ക് പോലെ കെട്ടിയിട്ട്. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടുത്തെ സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ താമസിച്ച റിസോർട്ടിലെ. അതൊരു ഇൻഫിനിറ്റി പൂൾ പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ലെങ്ത്തുള്ള നല്ല സൗകര്യമുള്ള സ്വിമ്മിംഗ് പൂളാണ്, വെൽ മെയിൻറ്റെയിൻഡ്. ഇതിങ്ങനെ അവിടെ ഓരോ മലയുടെ മുകളിലായിട്ടാണ് റിസോർട്ടുകൾ ഉള്ളത്. വളരെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് മൂന്നാറിലുള്ളത്. ഇതിപ്പം വൈകുന്നേരമായി, രാത്രിയായി വരും. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് സ്വിമ്മിംഗ് പൂളിലും മറ്റ് ഗാർഡനിലൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയാണ്. ഏകദേശം 7 ഡിഗ്രി 8 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് വിൻ്റർ ക്ലോത്ത്സൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കരുതണം. ഇത് റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ്. രാത്രി വാക്ക് വേയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് മരങ്ങളൊക്കെ അലങ്കരിച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ. വി ക്യാൻ റിയലി എൻജോയ് ദ പ്രോപ്പർട്ടി ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ഹിൽ സ്റ്റേഷൻ. സിന്ധു അങ്ങനെ ഒരു ഉല്ലാസത്തിൽ നടത്തുന്ന രാത്രി. ഇത് നമ്മുടെ താമസിച്ച റിസോർട്ടിൽ നിന്നും മറ്റൊരു മലയുടെ മുകളിൽ കാണുന്ന വേറൊരു റിസോർട്ടുകളുടെ വ്യൂ ആണ്. ഇപ്പോൾ ആ മലയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതേ കാഴ്ചയായിരിക്കും നമ്മുടെ റിസോർട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നമ്മൾ സൈറ്റ് സീയിങ്ങിനായി പോയി. അപ്പോൾ ഇത് വഴിയിലുള്ള കാഴ്ചകളാണ്. ഇത് ഹിൽ ടോപ്പിലേക്ക് പോകുമ്പോൾ, മൂന്നാറിലെ ഹിൽ ടോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ എല്ലാവരും നിർത്തിയിട്ട് ഇങ്ങനെ നോക്കി ആസ്വദിക്കും. ഇത് ശരിക്ക് തേയിലത്തോട്ടങ്ങളാണ് ഇവിടുന്ന് കാണുന്നത്. ദൂരത്തിലുള്ള എത്രയോ കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് തേയിലത്തോട്ടം അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത്. അത് പല കമ്പനികളുടെ പ്രോപ്പർട്ടിയാണ്. അതിൽ കണ്ണൻ ദേവൻ്റെതുണ്ട്, റിപ്പിൾ, അങ്ങനെ പല കമ്പനികളുടേതുണ്ട്. കണ്ണൻ ദേവൻ്റെ തന്നെ കമ്പനിയാണ് റിപ്പിൾ ടീ. അപ്പോൾ ഞാനും മോളും കൂടി ഒരു ഫോട്ടോന് പോസ് ചെയ്തതാണ്.
ഇത് മോളും സിന്ധുവും, പിന്നെ സിന്ധുവിടെ അമ്മയും അച്ഛനാണ്. വളരെ നല്ല കാഴ്ചയാണ്. ഇത് അതിൻ്റെ ഹിൽ ടോപ്പിലുള്ള ഒരു റോസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർഡൻ ഉണ്ട് അവിടെ. അതിലൊരു ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ പോകാൻ, ചെറിയ തുകയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരുപാട് ഗാർഡനും ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇത് ഒരു പ്രകൃതിയോട് ഇണചേർന്നിട്ടുള്ള ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു ഗാർഡനാണ്. കാരണം അതിനെ സറൗണ്ടഡ് ബൈ ടീ ഗാർഡൻസ്, പിന്നെ യൂക്കാലിപ്സ് മരങ്ങൾ നല്ല ഉയരത്തിൽ പോയിട്ടുള്ള, അതിൻ്റെ ഉള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഗാർഡനാണ്. അപ്പോൾ അത് അവരെ വെൽ മെയിൻറ്റൈൻഡ് ഗാർഡനാണ്. വലിയൊരു ഗാർഡൻ അല്ലെങ്കിലും നല്ല കാഴ്ചക്ക് രസമുള്ള ഗാർഡനാണ്. ഇതാണ് റോസ് ഗാർഡൻ. അത് അവിടെ ഉള്ളത് മൂന്നാറിലുള്ള വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊന്നാണ്. നല്ല ഭംഗിയായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ദൂരേക്കുള്ള പാനോരമിക് വ്യൂ വളരെ നല്ല കാഴ്ചയാണ്. ഇപ്പോൾ മോള് സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ടീ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടീ മ്യൂസിയം ഉണ്ട്. അത് കണ്ണൻ ദേവൻ്റെതാണ്, റിപ്പിൾ ടീയുടെ ടീ മ്യൂസിയം. അതിൽ നിന്ന് എങ്ങനെ ചായ പൊടിയും അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഡെമോ ഫാക്ടറി, ഒരു പ്രോട്ടോടൈപ്പ് ഡെമോ ഫാക്ടറി അവിടെ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ ചായപ്പൊടിയും അതേപോലെ അതിനെ സംസ്കരിച്ചെടുക്കുന്നു എന്നുള്ളത്, ചായ ഇലയിൽ നിന്ന് നമ്മൾ കുടിക്കുന്ന ചായയിലേക്ക് എങ്ങനെ സംസ്കരിച്ചെടുക്കുന്നതൊക്കെ കാണിക്കുന്നതുണ്ട്. പിന്നെ അവിടെ നമുക്ക് വേരിയസ് ടീ ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അവിടുന്ന് വേറൊരു വ്യൂ പോയിൻ്റാണ്. അത് മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയും. അവിടെ കുറച്ച് 10-20 മിനിറ്റ് പോകണം. അതൊരു അമേസിങ് വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. ഒരു ഡാമാണ്, അവിടെ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ കയാക്കിംഗ്, ബോട്ടിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. കൂടാതെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ. അവിടെ നിന്ന് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ദീർഘമായിട്ടുള്ളൊരു കാഴ്ചയും കിട്ടും ഡാമിൻ്റെതും അതിൻ്റെ സറൗണ്ടിങ് പ്ലേസസിൻ്റെ. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇതിപ്പോൾ ഇവിടെയുള്ള ഓരോ വ്യൂ പോയിൻറ്റും നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നും ഹോട്ടലിൽ നിന്നും അവിടെ കിട്ടും. അതിനെ 3 ദിശയിലേക്കായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആ ദിശയിലേക്ക് നമുക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഒരു റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു മൂന്നാറിൽ. അപ്പോൾ എല്ലാവരും മൂന്നാർ പോയി ആസ്വദിക്കേണ്ട ഒരു സ്ഥലമാണ്. നല്ല ഒരു സ്റ്റേക്കേഷനും ഒക്കെ പറ്റിയ ഡെസ്റ്റിനേഷനാണ്. സീ യു ദെൻ.